കർണാടകയിൽ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കുന്ന മെൻസ്ട്രൽ ലീവ് പോളിസി 2025 സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. കർണാടകയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്ക് വർഷത്തിൽ ശമ്പളത്തോടു കൂടിയ 12 ദിവസത്തെ ആർത്തവ അവധി നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ഈ നയത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത്. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസുകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ശമ്പളത്തോടു കൂടിയ അവധി നൽകണമെന്ന ആവശ്യം ദേശീയ തലത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. വനിതാ ജീവനക്കാർക്ക് മാസം ഒരു ദിവസം ശമ്പളത്തോടു കൂടിയ അവധി ലഭിക്കും. ഒരു വർഷമാകെ 12 ദിവസത്തെ ആർത്തവ അവധിയെടുക്കാൻ സാധിക്കും. ഈ പോളിസി സർക്കാർ, സ്വകാര്യ മേഖലകളിലെ എല്ലാ വനിതാ ജീവനക്കാർക്കും ബാധകമാണ്. സർക്കാർ ഓഫീസുകൾ, വസ്ത്രനിർമ്മാണശാലകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, IT സ്ഥാപനങ്ങൾ, മറ്റ് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ അവധിക്ക് അർഹതയുണ്ട്. ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ ഈ ആവശ്യം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്ക് മാത്രമാണ് വർഷത്തിൽ 12 ദിവസം ശമ്പളത്തോടു കൂടിയ അവധി നൽകുന്നത്. അതുപോലെ കർണാടകയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ആർത്തവ അവധി നയം 2025 മന്ത്രിസഭ അംഗീകാരം നൽകിയത്. സ്ത്രീകൾക്ക് ഒരു വർഷം 12 ദിവസം ശമ്പളത്തോടു കൂടിയ അവധി ലഭിക്കും. അവരുടെ ആർത്തവ ചക്രം അനുസരിച്ച് ഈ അവധി എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്ന് തൊഴിൽ ക്ഷേമ വകുപ്പ് മന്ത്രി സന്തോഷ് ലാഡ് പറഞ്ഞു. ഇന്ത്യയിൽ ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ആർത്തവ അവധി മുൻപ് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. 1992 മുതൽ ഈ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ആർത്തവ അവധി നയം ബീഹാറിലാണ്. ബീഹാറിൽ ഓരോ മാസവും തുടർച്ചയായി 2 ദിവസത്തെ അവധി ലഭിക്കും. അതായത് വർഷത്തിൽ 24 ദിവസം അവധി ലഭിക്കുന്നു. ഇവിടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് അവധി ലഭിക്കാനുള്ള അവസരം ബാധകമായിട്ടുള്ളത്. ഒഡീഷയിലും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പ്രതിമാസം ഒരു ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധി ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകുന്നു. അതായത് ഹാജർ നിലയിൽ ഇളവ് നൽകുന്നു. അതുപോലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വനിതാ ട്രെയിനികൾക്ക് പ്രതിമാസം 2 ദിവസത്തെ ആർത്തവ അവധിയും നൽകുന്നുണ്ട്.